Hi everyone. So what is HR? Who is HR? ഈ HR എന്ന് പറയുന്നത് ആരാണ്? നമുക്ക് എങ്ങനെ ഒരു നല്ല HR ആവാൻ പറ്റും? In this video, that is what we are going to explore. So what is the importance of becoming an HR? How it is evolving in today's workplace? ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം നമുക്ക് HR എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു ഇതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ HR-ൽ ഒരു നല്ല HR ആവാണ് പൊതുവേ ഒരു കോമൺ ബിലീഫ് എമംഗ് ദി യങ്സ്റ്റേഴ്സ് ഓർ സ്റ്റുഡൻസിന് എന്താ, നമുക്ക് HR ആവണമെന്ന് വെച്ചാൽ ഡിഗ്രി പഠിക്കണം, MBA in HR എടുക്കണം, എന്നാലേ നമുക്കൊരു HR ആവാൻ പറ്റും എന്നുള്ളൊരു ബിലീഫാണ് അല്ലേ. പക്ഷെ അതല്ല, നമുക്ക് എത്ര തിയോറിറ്റിക്കലായിട്ട് പഠിച്ചാലും നമുക്ക് സ്കില്ല് ഇല്ലെന്ന് വെച്ചാൽ ഒരു നല്ല HR-ഓ അല്ലെങ്കിൽ വേറെ ഏതോ ഒരു ഡൊമെയിൻ ആയാലും നമുക്ക് എക്സ്പേർട്സ് ആവാനും പറ്റില്ല. പക്ഷെ പൊതുവേ ഇന്നത്തെ വർക്ക് ഇൻഡസ്ട്രി എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താ, തിയോറിറ്റിക്കൽ നോളേജ് മാത്രം പോരാ, നല്ല സ്കിൽസും കൂടെ നമുക്ക് എന്തായാലും വേണം. എന്നാലേ മാത്രമേ നമുക്ക് ആ ഒരു ഡൊമെയിനിൽ എക്സൽ ചെയ്യാൻ പറ്റും. നമ്മളുടെ കോൺട്രിബ്യൂഷൻ 100% കോൺട്രിബ്യൂട്ട് ചെയ്ത് ആ ഓർഗനൈസേഷനെ വളർത്തിയെടുക്കാനും പറ്റും. അപ്പോൾ ഞാൻ ഓർഗനൈസേഷനെ വളർത്തിയെടുക്കാൻ ഒരു HR-ൻ്റെ ആവശ്യമുണ്ടോ, അവിടെ റോൾസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പാണ്. പൊതുവേ എന്താ പറയുന്നത്, നമുക്ക് HR is a backbone of the organization എന്നാണ് പറയാറ് അല്ലേ. അത് അങ്ങനെയാണോ ശരിക്കും ചോദിച്ചാൽ അത് അങ്ങനെയാണ്. HR is a person who is a backbone of an organization. HR ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് അത്രയും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ വെറുതെ ഒരു തിയറി നോളേജ് കൊണ്ടിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താ, ഇപ്പോൾ നമുക്ക് പൊതുവേ HR എന്ന് പറയുമ്പോൾ എല്ലാവരും പറയാം ഒരു ആൾ വരും, കുറേ ആൾക്കാരെ ഹയർ ചെയ്യും, നല്ല ഒരു കാൻഡിഡേറ്റ് ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓരോരോ കാൻഡിഡേറ്റിനെ ഹയറിങ്ങും അല്ല അവർ വർക്ക് പെർഫോം ചെയ്തില്ലെങ്കിൽ അവർ പറഞ്ഞു വിടണം, ഇത്രയും ഒരു വർക്കാണ്, ഒരു HR-ൻ്റെ വർക്ക് ഇതാണ്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ഒരു ഗെറ്റ് ടുഗെദർ ഓർഗനൈസ് ചെയ്യാനോ ഓർ ടു ആക്ച്വലി ഇവാലുവേറ്റ് എംപ്ലോയീസ് പെർഫോമൻസ്, ഇതാണ് പൊതുവേ HR ചെയ്യുന്ന കാര്യങ്ങൾ. ഇതിൻ്റെ ഒപ്പം അവരുടെ സാലറി കാൽക്കുലേഷൻ ഓർ ഇൻസെൻറ്റീവ്സ് കാൽക്കുലേഷൻ കൂടുതൽ ചെയ്യുന്ന വർക്ക് ഇതാണ്. ബട്ട് ഹൗ ഇറ്റ് ഈസ് ട്രെൻഡിങ് ഇൻ ടുഡേയ്സ് വേൾഡ്, ഹൗ ഇറ്റ് ഈസ് ഇവോൾവിങ് ഇൻ ടുഡേയ്സ് വർക്ക് പ്ലേസ് ഓർ ഇൻ ഓർഗനൈസേഷൻ എന്ന് ചോദിച്ചാൽ HR തന്നെ കുറേ ഡെവലപ്പ് ആയിട്ടുണ്ട്. HR എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പണ്ട് ഇറ്റ് ഈസ് ജസ്റ്റ് HR. ടുഡേയ്സ് ട്രെൻഡ് എന്ന് വെച്ചാൽ മോഡേൺ HR. മോഡേൺ ട്രെൻഡ്സ് ഇൻ HR മീൻസ് എന്താ, നത്തിങ് ബട്ട് HR ടെക്. എത്രയൊക്കെ അത് ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മോഡേൺ ട്രെൻഡ്സ് ഇൻ HR എന്ന് നമ്മൾ പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ HR ടെക്, റിമോട്ട് വർക്ക്, DEI. ഈ DEI എന്ന് വെച്ചാൽ എന്താ, ഡൈവേഴ്സിറ്റി, ഈക്വിറ്റി ആൻഡ് ഇൻക്ലൂഷൻ, ഇതാണ്. സോ ഇത്രയ്ക്കും HR എന്നുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഇവോൾവ് ആയിട്ടുണ്ട്. സോ HR ടെക് മീൻസ് വാട്ട് ഇറ്റ് ഇസ്, ഇറ്റ്സ് നത്തിങ് ബട്ട് ഇൻക്ലൂഡിങ് ടെക്നോളജി ഇൻ HR ഡിപ്പാർട്ട്മെൻറ്റ്. സോ ഇറ്റ് ഈസ് യൂസ് ഓഫ് ടെക്നോളജി ഫോർ എൻഹാൻസിങ് ദി ഹ്യൂമൻ റിസോഴ്സ് purposes like automation or streamlining strategies. ഇങ്ങനത്തെ ഒരു കാര്യം ഇനി കുറച്ചുകൂടി ഇംപ്രൂവ് ആക്കാൻ വേണ്ടിയാണ് ഈ ടെക്നോളജി ഉൾപ്പെടെ HR ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് ഇംപ്രൂവ്ഡ് എന്ന് നമുക്ക് പറയാം. സോ HR ഡിപ്പാർട്ട്മെൻറ്റ് ഈ ടെക്നോളജി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും അവർ, ഇറ്റ്സ് ലൈക്ക് എക്സാമ്പിൾസ് ലൈക്ക് ATS, അതായത് അറ്റൻഡൻസ് ട്രാക്കിംഗ് സിസ്റ്റം, ഓർ പേറോളിന് വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ്, LMS ലീഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഓർ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റംസിന് എന്ന് പറയാം. HR അനാലിസിസ് ലൈക്ക് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡേറ്റാസ് അനലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാൻ, എംപ്ലോയി സെൽഫ് സർവീസ് പോർട്ടൽ, AI ചാറ്റ് ബോക്സ്, AI പവേർഡ് ചാറ്റ് ബോക്സ് എന്നുള്ള കാര്യങ്ങളെല്ലാം കൂടെ നമുക്ക് നൗഡേയ്സ് ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി HR ഡിപ്പാർട്ട്മെൻറ്റ്. ഇതെല്ലാം യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ HR ഡിപ്പാർട്ട്മെൻറ്റ്സ് കൂടുതൽ ഫങ്ഷനിങ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ HR ടെക്നോളജി യൂസ് ചെയ്യുന്നത്, അത് എങ്ങനെ നമുക്ക് ബെനിഫിറ്റ്, അത് ഈ സോഫ്റ്റ്വെയർസ് എല്ലാം യൂസ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താ, ഉറപ്പായിട്ട് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്നാമത്തത് നമ്മളുടെ മിസ്റ്റേക്സ് ഇറ്റ് ക്യാൻ റെഡ്യൂസ്, അതായത് എറേഴ്സ് നമ്മൾ മാനുവലി ചെയ്യുമ്പോൾ വരുന്ന എറേഴ്സ് വെൻ വി ആർ യൂസിങ് ടെക്നോളജി ആൻഡ് ഡൂയിങ് ദ വർക്ക്, അത് കുറേ എറേഴ്സ് റെഡ്യൂസ് ചെയ്യും. വി വിൽ ബി ഏബിൾ ടു ഗെറ്റ് 100% അക്യുറസി. പിന്നെ ടൈം കൺസപ്ഷൻ അത് നമുക്ക് വളരെ ഇതായിട്ട് ചുരുക്കാം. അത്രയും സമയം ഇപ്പോൾ നമ്മൾ മാനുവലായിട്ട് ഒരു എക്സൽ ഫയലിൽ എല്ലാ ഡേറ്റാസും നമ്മൾ എൻറ്റർ ചെയ്ത് ഒരു വർക്ക് ഫിനിഷ് ചെയ്യാൻ എടുക്കുന്ന ഒരു സമയം ഈ ഒരു ടെക്നോളജി അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ അതിൽ വളരെ ചുരുക്കിയുള്ള ഒരു ടൈം കൺസപ്ഷനേ വരത്തുള്ളൂ. സോ ദാറ്റ് ഈസ് ഹൗ മച്ച് ഇറ്റ് ഹസ് ബീൻ ഇവോൾവിങ്. സോ ഇപ്പം ഞാൻ HR ടെക്കിനെ കുറിച്ച്
എക്സ്പ്ലെയിൻ ചെയ്തു. ഇപ്പോൾ അടുത്ത ടേം DEI എന്നുള്ളൊരു ടേമും കൂടെ ഞാൻ പറഞ്ഞിരുന്നു. ഈ DEI എന്താ? ഇറ്റ് മീൻസ് ഡൈവേഴ്സിറ്റി, ഈക്വിറ്റി ആൻഡ് ഇൻക്ലൂഷൻ. It is nothing but it is an organization or a HR's framework to build a workplace where all the employees, എല്ലാ employees regardless of their background or their age or their gender will have fair opportunities, feel respected and also can fully participate in everything that happens in an organization. ഇത് ഏറ്റവും വലിയ ഒരു റെസ്പോൺസിബിലിറ്റി. ഇത് ആരുടെ റെസ്പോൺസിബിലിറ്റി എന്നും ചോദിച്ചാൽ ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് എ HR ഡിപ്പാർട്ട്മെൻറ്റ്. സോ ഇത്രയും വലിയ ഒരു HR റെസ്പോൺസിബിലിറ്റി എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഡെഫിനറ്റ്ലി തിയോററ്റിക്കൽ നോളേജ് മാത്രം പോരാ, നമ്മുടെ സ്കില്ലും ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ്. സോ നമ്മൾ ടു ചൂസ് എ HR കോഴ്സ് അല്ലെ HR കോഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ തിയറി നോളേജ് മാത്രം നമ്മൾ അക്വയർ ചെയ്യാതെ നമുക്ക് നമ്മളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് സെഷൻസും ക്ലാസ്സും കിട്ടുന്ന ഒരു കോഴ്സോ ഒരു ഓപ്ഷൻസോ ഒരു ഗൈഡൻസ് ആണ് നമ്മൾ ചൂസ് ചെയ്ത് എടുക്കേണ്ടത്. സോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എ കമ്പനി ഈസ് സ്ട്രോങ് ഓൺലി ആസ് ഇറ്റ്സ് ഓൺ പീപ്പിൾ and the HR department are the only department who ensures that those kind of employees or those kind of people thrive in that organization. So to choose a HR course ഞങ്ങൾ നോക്കേണ്ടത് ജസ്റ്റ് നോട്ട് തിയോറിറ്റിക്കൽ നോളേജ്, പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് കേസ് സ്റ്റഡീസും അല്ല പ്രോജക്ട്സും ചെയ്ത് നല്ല ഒരു പ്രാക്ടിക്കൽ സെഷൻസ് കിട്ടുന്ന ഒരു കൈൻഡ് ഓഫ് കോഴ്സ് നമ്മൾ ചൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു ബിക്കം എക്സെപ്ഷണൽ ഓർ എ ക്ലാസിഫൈഡ് HR, please ensure to choose the right guidance and the right choice and the right course and become a great HR. Thanks for watching this video. So if you feel you learned something new, please don't forget to like and share and keep following our page, and also don't forget to leave your thoughts below the comment box. Thank you.